വേദികൾക്ക് തിരികൊളുത്തുവാനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമ്മുടെ സ്വന്തം രമേശ് പിഷാരടി. വെൽക്കം പക്രു ചേട്ടൻ. വൺസ് അപ്പോൺ എ ടൈമിൽ ഇന്ന് പെർഫോം ചെയ്യുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ വി ഹാവ് ഇടവേള ഷാഫി കലാഭവൻ. വെൽക്കം. ഒരിക്കൽ കൂടി ഷാഫി ചേട്ടനെ സ്വാഗതം ചെയ്യുവാണ്. അല്ല ഡയാന, ഷാഫി അല്ല റാഫി എന്നൊന്ന് പറപ്പോ. തമാശ പറഞ്ഞതല്ലേ? ഓ, അല്ലാണ്ട് തെറ്റിപ്പോയതല്ല സുഹൃത്തുക്കളെ. റാഫി എന്നുള്ള പേര് ഷാഫി എന്ന് തെറ്റിപ്പോയതല്ല. ഈ അവസരത്തിൽ നമ്മള് അപ്പോ ഇടവേള റാഫി ചേട്ടനെ ഒരിക്കൽ കൂടി വൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം. താങ്ക് യു. So happy to have you here. രമേശ് ചേട്ടാ, ഒന്നും പറയാനില്ല. നമ്മളിവിടെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഓൾറെഡി ഒരു ട്രെയിനറാണ്, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അല്ലേ പക്രു ചേട്ടാ? ചെറിയൊരു ടെൻഷൻ ഉണ്ടോ മുഖത്ത്? ഒന്നും നിങ്ങളെ കണ്ട സന്തോഷം കൊണ്ട് ടെൻഷൻ അല്ല, അതുകൊണ്ടല്ല. കഴിഞ്ഞ തവണ ഇടവേള റാഫിയായിട്ടല്ലേ വന്നത്? അതെ, നല്ല അഭിപ്രായം കിട്ടിയല്ലോ. ഇത്തവണ ഇടവേള ഷാഫിയാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ലല്ല, റാഫി തിരിച്ചപ്പോ സന്തോഷമായി. കൗണ്ടർ അടിച്ചാന്ന് പറഞ്ഞല്ലോ. ടെൻഷൻ അല്ല, ശരീരം അങ്ങനത്തെ തിന്ന് ശീലിച്ച 3 സ്റ്റെപ്പ് വെച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഭാവമാണ് ആ മുഖത്ത് വന്നത്. അപ്പോൾ നമ്മൾ റാഫി ചേട്ടൻ പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിന്റെ അടുത്ത് പറഞ്ഞു ഡാൻസ് വഴങ്ങുന്നില്ല എന്ന്. ഇപ്പൊ ഡാൻസ് ചെയ്യാൻ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ പോയിട്ട് ഒരു മാസ്റ്റർ വെച്ചു. എങ്ങനെയെങ്കിലും പഠിച്ചു. ഏകദേശം റെഡി ആയിക്കണോ? ഏകദേശം അസലായി അല്ലേ? കൊള്ളാം. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. എന്റെ ശരിയായിക്കണോ? ശരിയായിക്കണേ. അതെ, നല്ല എനർജി ആയിരുന്നു. അപ്പൊ ആ ഒരു എനർജി ത്രൂ ഔട്ട് പെർഫോമൻസിൽ കീപ്പ് അപ്പ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം തോന്നി എന്നിട്ട് ദിവസം രമേശ് ചേട്ടോട് വന്നപ്പം. കാരണം സാർ, പക്രു ചേട്ടൻ ഇന്നിവിടെ ഉണ്ട്. പക്രു ചേട്ടൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, വളരെ ആത്മബന്ധമുള്ള നല്ലൊരു സുഹൃത്തും ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ്. പക്രു ചേട്ടൻ എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ട് കുറച്ച് ഗ്യാപ്പായി തോന്നുന്നു അല്ലേ? ഒരു ഫംഗ്ഷന് വേണ്ടി ഒന്ന് വന്നപ്പോൾ അന്ന് വീട്ടിലൊക്കെ വന്നിരുന്നു, കുറ്റിപ്പുറത്ത് വീട്ടിലൊക്കെ വന്നിരുന്നു. എൻ്റെ മക്കളെ കൂടെ ഒരുപാട് ചിലവഴിച്ചു. അപ്പോൾ പക്രു ചേട്ടൻ കണ്ട സന്തോഷം ഞാൻ മക്കളോട് വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞോളാം കേട്ടോ. അല്ല, ശരിയാണ്. വളരെ സന്തോഷമുണ്ട് ഷാഫിയെ കാണാൻ കഴിഞ്ഞതിൽ. നിങ്ങൾ എന്താ റാഫിന്ന് വിളിക്കുക? ഈ എപ്പിസോഡ് ഷാഫി ആയിരിക്കും. കാരണം കഴിഞ്ഞ എപ്പിസോഡ് നല്ല പേരുണ്ടായി. പോയിക്കോട്ടെ. ഇല്ല, പോണ്ട. റാഫി എന്ന് വിളിക്കുന്നേ പുള്ളിപ്പാവല്ലേ? വെറുതെ ചോദിച്ചിട്ടല്ലേ ഈ പറഞ്ഞത്? അയ്യോ, എന്നാ ഒരു കാര്യം ചെയ്യാം. എന്റെ പൊന്നു മുത്ത് പോരെ. അത് മതി. എല്ലാവരും അന്വേഷണം പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ അടിച്ച് പൊളിക്കേ. ഓക്കെ, പിന്നെ എനിക്ക് എന്തെങ്കിലും വീട്ടുകാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ മാറിത്തരാം. കുറച്ചു നേരമായി മക്കളെ കളിപ്പിച്ചതും. അല്ല, വീട്ടിൽ ചെന്നപ്പോൾ നല്ല മലബാർ ഫുഡും ഒരുപാട് സംഭവങ്ങളും ഒക്കെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു. അപ്പൊ ഞാൻ കഴിച്ചില്ല. പെരുന്നാൾ ദിവസം കൂടി ആയിരുന്നു. അല്ല, അതാണ് സംഭവം. നമുക്ക് അത് കുറച്ച് വയറല്ലേ ഉള്ളൂ. അവിടെ നിന്ന് ഇവിടുന്ന് 1-2 എണ്ണം എടുത്ത് പിന്നെ വയറ് നിറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി. അത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറെ സംഭവം വെച്ചാൽ, എനിക്ക് എപ്പിസോഡിലൂടെ എൻ്റെ 2 പ്രിയ ആത്മസുഹൃത്തുക്കൾ അടുത്തായിട്ടൊന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഒരു ഹരി അഭിനയ എന്ന് പറഞ്ഞ ആൾ, അതുപോലെ തന്നെ ഷാജി വിഭജിക. അവർക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ഈ പെർഫോമൻസ് ഞാൻ സമർപ്പിക്കുകയാണ് 2 കലാകാരന്മാരുടെ മുമ്പിൽ. അപ്പോൾ ഓക്കെ, നമുക്കിന്നൊരു ഗസ്റ്റ് ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പക്രു ചേട്ടനാണ്. ഗസ്റ്റിനെ പറ്റി പറയുമ്പോൾ എൻ്റെ നാട്ടിൽ ഭയങ്കര രസമുള്ള തമാശ ഉണ്ടായി. തമാശ വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ഒരു മൗനപൂജ എന്ന് പറയുന്ന സംഭവം നടത്താറുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ആരും പാടില്ല, സ്ത്രീകൾക്കാണ് പ്രാധാന്യമുള്ളൊരു പൂജയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൂജയിൽ പങ്കെടുക്കാനുള്ള 3 സ്ത്രീകളെ വിളിച്ചു വരുത്തി. ഈ പൂജാരി പറഞ്ഞു, നമ്മളിന്നിപ്പോൾ പൂജയിലേക്ക് കിടക്കാൻ പോവാണ്. അതിപ്പോൾ പ്രധാഭിക്ഷിതം പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനിക്കുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെയ്യണമെങ്കിൽ കുറേ മനസ്സിലാവാൻ പ്രധാനിക്ക്. അപ്പോൾ സ്ത്രീകൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും ഇത് കഴിയുന്നവരെ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സംസ്കൃതം. മിണ്ടാണ്ടിരിക്കുക, മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ പൂജ ആരംഭിക്കുകയാണ്. എന്നിട്ട് പൂജ ആൾ മണിക്കാട് വന്നു തുടങ്ങി. അപ്പം തന്നെ 3 നാത്തുമാർ തമ്മിലിരിക്കണം കേട്ടോ. ഒരു ചെറിയ അനിയത്തിയും 2 നാത്തും തമ്മിലിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു നാത്തുവിനൊരു ഓർമ്മ, ദേവിയെ ബാക്ക് വശത്തെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, ബാക്ക് ഡോറിൻ്റെ വാതിൽ അടച്ചിട്ട് ഇപ്പോൾ അടുക്കളയ്ക്ക് ഒരു പൂച്ചം കയറ്റതിൽ അലമ്പാക്കുമോ? അപ്പം തന്നെ ഇവർക്ക് മുണ്ടും വേണം, മിണ്ടാതിരിക്കാൻ വേണം. ആകെ ടെൻഷനുണ്ട്. ഇയാൾ പറഞ്ഞ് മിണ്ടരുത് പറഞ്ഞു. പൂജ ആരംഭിച്ചല്ലോ. അങ്ങനെ ഫസ്റ്റ് നാത്തും പറഞ്ഞു, നാത്തുവിനെ ആ ബാക്കിൽ വാതിൽ അടച്ചിട്ട് ഞാൻ കൂടെ പൂച്ച കയറിട്ട് മീൻ തിന്നുവോ? അപ്പം തന്നെ മറ്റേ നാത്തുന്നു, നീ മുണ്ടാണ്ടിരിക്കണേ, പൂജ അടക്കുമ്പോൾ മുണ്ടാൻ പാടില്ല, നിനക്ക് അറിഞ്ഞൂടെ പണ്ടാരെ, എൻ്റെ മുണ്ടാതിരിക്കണേ. അപ്പം തന്നെ 3ാമത്തെ ആള്, അതല്ലേ ഞാൻ മുണ്ടാണ്ടിരിക്കണേ, എന്നെ കണ്ടില്ല, അങ്ങനെ ഇരുന്നാൽ പോരെയെന്ന്. അങ്ങനെ
ചോദിച്ച് നടത്തിയ ഒരു ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയൊരു മൊയന്തുണ്ട്, തീരെ ഒരു ഇതില്ലാത്ത ഒരാൾ. അവൻ്റെ പേര് മുത്തു എന്നാണ്. മുത്തുവിൻ്റെ ഫിഗർ തന്നെ വളരെ ഒരു മുത്തൊക്കെ ഫിഗറാണ്, മുത്തു ഫിഗർ. അപ്പം ഞങ്ങൾ ഇലക്ട്രീഷ്യൻ്റെ വർക്കിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ചെന്നാൽ ഞങ്ങൾ വയറിങ്ങിൻ്റെ പണി പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട് നൗഷാദ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വയറിങ്ങിൻ്റെ പണികളൊക്കെ സാധനം അന്ന് ഓപ്പൺ വയറിംഗ് ആണ്. ഓപ്പൺ വയറിങ് ഞങ്ങൾ വളരെ റിസ്ക് എടുത്തുകൊണ്ട് ഓപ്പൺ വയറിങ് വളരെ ക്ലിപ്പൊക്കെ അടിച്ച് സെറ്റപ്പിലാക്കി, നല്ല ബോക്സ് മാത്രമേ കൺസൾട്ടായിട്ട് അകത്തേക്ക് ഇരിക്കുള്ളൂ. ബാക്കി എല്ലാ വയറും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പ് സെറ്റാക്കി വെച്ചു. അങ്ങനെ ഇവൻ്റെ വീട്ടിലെ പണി. ഈ ചെക്കൻ എന്ത് ചെയ്തു, ഞങ്ങൾ രാവിലെ ചെന്ന് സ്വിച്ച് ബോർഡ് മാത്രം ഫിറ്റ് ചെയ്താൽ മതിയല്ലോ, തലേദിവസത്തെ പറക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുക. അങ്ങനെ ചെന്ന സമയത്തുണ്ട് ഈ മുത്ത് കംപ്ലീറ്റ് വയറ് വലിച്ച് പുറത്തേക്ക് ഇട്ട് ബോർഡൊക്കെ ഇളക്കി ആ പൈപ്പൊക്കെ പുറത്തേക്ക് ഇട്ട് ആകെ വികൃതമാക്കി കിടക്കണം. ഇത് കണ്ടോടും ഞങ്ങൾ 2 ദിവസത്തെ പണിയാണ് പോയത്. ആകെ ഭ്രാന്ത് തലക്ക് പിടിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നൗഷാദ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെറിയൊരു പണി കൊടുക്കാം. അപ്പോൾ ഈ ന്യൂട്രിയിൽ നിന്ന് നമ്മൾ കറണ്ട് പിടിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് തരിക്കും, അതൊന്നും ജെർക്ക് ചെയ്ത് പോവുള്ളൂ, വേറൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ നൗഷാദ് ചെന്ന് ഈ മുത്തു ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ മുത്തുവിന് മനസ്സിലായി അവൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഓട്ടോമിൽ ഞങ്ങളുടെ ഇടപ്പം അങ്ങനെ മാറി മാറി പുറകോട്ടിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നൗഷാദിന് ചെന്ന് മെല്ലെ ന്യൂട്രി കൊടുത്തു. മുത്ത് സ്വാഭാവികമായിട്ട് വന്ന് ഞങ്ങൾ നേരാക്കിയതൊക്കെ ആൾ ഇതിട്ട് പറഞ്ഞ ഒരു തരിക്കൽ തെറ്റ് മുത്ത് നേരെ ഇട്ടിട്ട് പോയി, ചെറിയ തരിപ്പം മാത്രം. അങ്ങനെ രമേശ് ഏട്ടാ നമ്മളങ്ങനെ ഈ മുത്തുവിന് കറണ്ട് ഓൾറെഡി പിടിപ്പിച്ചല്ലോ. അപ്പം ഞാൻ നൗഷാദും കൂടെ പിറ്റുന്ന രാവിലെ മുത്തുവിനെ കാണണം, ജസ്റ്റ് ഒന്ന് മാപ്പ് പറയണം. പാവല്ലേട്ടാ, ഞാൻ പറഞ്ഞ നൗഷാദിൻ്റെ അടുത്ത് നൗഷാദ് ചെയ്ത് തെറ്റായി പോയിട്ടോ, നമുക്ക് മുത്തിൻ്റെ വീട്ടിൽ പോകുന്ന ഞാൻ നൗഷാദ് കൂടെ അങ്ങനെ വീട്ടിൽ ചെന്നു. വണ്ടി നിർത്തി ചെന്നപ്പോണ്ട് ഒരാളിന്ന് കണ്ണാടി മുമ്പിൽ നിന്നിങ്ങനെ ഫുള്ള് എക്സിക്യൂട്ടീവായിട്ട് ഫുൾ സ്ലീവൊക്കെ ഇറക്കിയിട്ട് ഫുള്ള് സ്റ്റൈലാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല നോക്കി പടച്ചോണ്ട് നമ്മുടെ മുത്തല്ലോ. അപ്പോൾ മുത്തുവിൻ്റെ അമ്മ, അതേ മോനെ മുത്താണ്, മുത്ത് സെറ്റപ്പായി ഇപ്പോൾ നല്ല ഗ്ലാമറായിട്ടോ. അപ്പോൾ എന്തേ നിങ്ങളെന്താ മുത്തിന് എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കൊടുത്തോ? അപ്പം ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. അല്ല മുത്ത് പറഞ്ഞല്ലോ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് നൗഷാദ് സംഗതി മനസ്സിലായി. രമേശ് ഏട്ടാ മുത്ത് വളരെ സ്മാർട്ടായി ചെന്ന പടം ഞങ്ങളോട് ഗുഡ് മോർണിംഗ്, ഇലക്ട്രീഷ്യൻ പറയല്ലേ വരൂ ഇരിക്കും, അമ്മേ ചായ കൊടുക്കൂ, ഫുള്ള് സെറ്റപ്പിൽ. പൊന്നാര രമേശ് ഏട്ടാ ഞങ്ങളെ ഷോക്ക് ട്രീറ്റ്മെൻറ്റോട് കൂടിയിട്ട് മുത്ത് മിടുക്കനായെന്ന് മാത്രമല്ല മുത്ത് ഇപ്പോൾ സംസാരിക്കാത്ത മേഖലയില്ല. മുത്തുവിന് എല്ലാ മേഖലയെക്കുറിച്ചും വളരെ നല്ല അറിവാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ തന്നെ ഇപ്പം ഞാനും എൻ്റെ നൗഷാദ്, അതുപോലെ ഫൈസൽ, ബാബു, അങ്ങനെ കുറേ കമ്പനിക്കാരുണ്ട്. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് സെമീർ ഉൾപ്പെടെ ഒരുപാട് കമ്പനിക്കാരുണ്ട്. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ ഈ നൗഷാദിന് എപ്പോഴും ഭക്ഷണത്തോട് ഭയങ്കര താല്പര്യമാണ് നൗഷാദിന്. അപ്പോൾ നൗഷാദ് വലിയൊരു ബോർഡ് കണ്ട്, വെൽക്കം, ഹോട്ടലിലേക്ക് സ്വാഗതം, നിങ്ങൾ കഴിക്കുന്ന പൈസ നിങ്ങൾ തരണ്ട, ഞങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞൊരു ബോർഡ്. അപ്പം നൗഷാദിന് വളരെ കൗതുകം. പൈസനും പറയണ്ട, വണ്ടി ഒതുക്കടാ റാഫി, വണ്ടി ഒതുക്ക്. സെമീർ ഞങ്ങളെല്ലാവരും കൂടി ചെന്നു. നല്ല റിച്ചായ ഒരു ഹോട്ടൽ, പക്രച്ചേട്ടാ നല്ല സൂപ്പർ ഒരു ഹോട്ടലാണ്. അവിടെ ചെന്നു, വെയിറ്റർ വന്നു, ഹലോ എക്സ്ക്യൂസ് മീ എന്ത് വേണം? അപ്പോൾ മെനു കാർഡൊക്കെ കാണിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ സെറ്റപ്പിൽ പറഞ്ഞു. വളരെ ഞങ്ങൾ സന്തോഷകരമായിട്ട് ഭക്ഷണമൊക്കെ കൊടുന്ന് വെച്ചു. അതൊക്കെ കഴിച്ചൊക്കെ ക്ലീനക്സ് ടിഷ്യൂ പേപ്പർ കൊണ്ട് മുഖമൊക്കെ തുടച്ചു. വന്നപ്പോണ്ട് ഇതിനൊക്കെ ബ്ലാക്ക് കോട്ടിട്ട് ചങ്ങാതി ഒരു ഇതിനകത്ത് ബില്ല് കൊണ്ട് വരുന്നു. ബില്ല് ഞങ്ങൾ 4-5 പേര് കഴിച്ചത് 3700 ചില്ല രൂപ ബില്ല് കൊണ്ട് വരുന്നു. എന്താ നിങ്ങൾ പറഞ്ഞു? അപ്പോൾ നിങ്ങൾ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഭക്ഷണത്തിന് ഫ്രീ ആണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പൈസ തരണ്ട, നിങ്ങൾ പേരക്കുട്ടികളെ ഞങ്ങൾ മേടിച്ചോളാന്നൊരു ബോർഡ് ഉണ്ട്, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അയാളെന്താ പറഞ്ഞറിയോ, നിങ്ങളുടെ ബില്ലല്ല പൊന്നാര സഹോദരങ്ങൾ, ചൂടാവണ്ട, നിങ്ങൾക്കുള്ള ബില്ലല്ല, നിങ്ങളുടെ ബില്ലല്ല, നിങ്ങളുടെ മുത്തശ്ശന്മാർ പണ്ട് ഇവിടുന്ന് കഴിച്ച് പോയിട്ടുണ്ട്, ഞങ്ങൾ ഉപ്പാപ്പ ഹോട്ടലിൽ നടത്തുന്ന കാലത്ത് അവരെ ബില്ലാണ് ഈ തരുന്നത്. ബസ്സൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് ചില ഹോട്ടലുകൾ കൊണ്ട് ആൾക്കാരെ നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ 40-45 പേര് അവിടുന്ന് കഴിക്കുന്ന ഡ്രൈവർക്ക് ഭക്ഷണം ഫ്രീ ആയിരിക്കും. അറിയാലോ, നമ്മുടെ ട്രൂപ്പിൻ്റെ വണ്ടി ഓടിക്കുന്ന ട്രാവലർ ഓടിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെയാണ്. അവർക്ക് ചില ഹോട്ടലുകളിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് നമ്മളൊരു 15 പേരൊക്കെ കഴിച്ചിട്ട് മുമ്പ് ഇയാൾ ഡ്രൈവറാന്ന് പറയുമ്പോൾ അയാളോട് പൊക്കോളം, അയാളാണല്ലോ ഈ 15 പേർക്ക് കച്ചവടം ഉണ്ടാക്കി തന്നെ. അപ്പോൾ അങ്ങനെ ഈ കുറ്റിപ്പുറം ഭാഗത്ത് തന്നെ എത്തുന്നതിന് മുമ്പ് വലതുവശത്തുള്ളൊരു ഹോട്ടലിൽ ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് സ്ഥിരം ഫ്രീ ഉണ്ട്. അപ്പോൾ പുള്ളി അവിടെ കൊണ്ട് നിർത്തും, ഞങ്ങളൊക്കെ കഴിക്കും, പുള്ളിക്ക് ഫ്രീ ആയിട്ട് കുറച്ചൊരു മീൻ വറുത്തമൊക്കെ എക്സ്ട്രാ കിട്ടും പുള്ളിക്ക്. അങ്ങനെ ഒരു സൗകര്യമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ മീൻ വറുത്തമൊക്കെ പോകും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് വേറൊരു ഡ്രൈവർ വന്നു, നല്ല ഒന്നാന്തരൊരു തീറ്റക്കാരൻ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം ഞാൻ ആ ട്രൂപ്പിൻ്റെ മാനേജർ, ഞാൻ കാശ് കൊടുക്കാൻ പോയപ്പം ഈ ഹോട്ടലിലെ വെയിറ്റർ എന്നോട് പറയാം, നിങ്ങൾ 12 പേരും വേണേൽ ഫ്രീ ആയിട്ട് പോക്കോ, ഇയാൾ തിന്നതിൻ്റെ കാശ് മാത്രം തന്നാൽ മതി. ഒരിക്കൽ ഒരു വലിയ ഫ്ലൈറ്റ് പറഞ്ഞാൽ കൊടും ഫ്ലൈറ്റ്. അപ്പോൾ അതിലിങ്ങനെ 3 പേരായിട്ട് ഇരിക്കുന്നു.
ഈ ഫ്ലൈറ്റിൽ നമുക്ക് ഒരു സീറ്റിൽ നിന്ന് മറ്റേ സീറ്റിലോട്ട് ഇൻ്റർകോം വിളിക്കാം. ഈ സീറ്റിൻ്റെ പിടി എടുത്തിട്ട് ആ സീറ്റ് നമ്പർ അടിച്ചാൽ അവിടെ കോൾ ചെല്ലും. അങ്ങനത്തെ ഒരു ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനത്തെ ഫ്ലൈറ്റ് കഴിയുമ്പോൾ ഫ്ലൈറ്റിൽ കുറച്ച് കഴിയുമ്പം മദ്യമൊക്കെ വരുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പക്രുച്ചേട്ടൻ ഇരിക്കുന്നുണ്ട്, ബാക്കിലായിട്ട് വേറൊരു ആർട്ടിസ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ മദ്യം വന്നു തുടങ്ങി. ഞാൻ അവിടെ വന്നിരുന്നിട്ട് പക്രുച്ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നിരുത്തുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താണ്? എൻ്റെ ഇടതും വലതും 2 സ്ത്രീകളാണ്. ഞാൻ ആ സ്ത്രീകളുടെ നടുക്കിരുന്ന് മദ്യപിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടിരുത്തിയിട്ട് പക്രുച്ചേട്ടൻ മദ്യപിക്കില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടിരുത്താം എന്ന് പറഞ്ഞു. ശരിയെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഇത് നടത്തി. പക്രുച്ചേട്ടൻ ആ സ്ത്രീകളുടെ നടുക്ക് പോയിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങളൊരു 2-3 അടിച്ച് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം വീണ്ടും എനിക്കൊരു ഫോൺ വന്നു. എടുത്തപ്പോൾ പക്രുച്ചേട്ടനാ, എന്നെ എത്രയും പെട്ടെന്ന് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവരണം, എനിക്കിവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ എന്താ ഏട്ടാ? ഞാൻ ചെന്നപ്പോഴേ ഈ 2 പെണ്ണുങ്ങളും കൂടെ അടിച്ച് പഴുത്തിട്ട് പക്രുച്ചേട്ടനെ എന്നൊക്കെ ചോദിച്ചിട്ട് 2 മദാമ്മമാരും കൂടെ കണ്ണട വെച്ച് ഇങ്ങനെ ഇരുന്ന മദാമ്മമാരെ പഴുത്തിട്ട്. അത് മാത്രല്ല 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അവരെന്നെ 4K കുത്തി തിന്നേനെ. ടച്ചിങ്സ് ഇല്ലാഞ്ഞിട്ട് ഒരാളെന്നെ കൊതിയോടെ നോക്കുന്നു. കൊതിയോടെ മദാമ്മ കണ്ണട വെച്ച് ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന സ്ത്രീ പഴുത്തിട്ട് ഞാൻ എടുക്കാൻ പോയപ്പോ നോ 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 വീട്ടിൽ ഈ മുത്തിനെ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞ് ഇരുത്തിക്കൊണ്ടിരിക്കുക. ഷിയാസുക്ക നമ്മളെ വിട്ടുപോയി. ഷിയാസുക്ക ചില സമയത്ത് വലിയ സോഷ്യലിസം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ട്രൂപ്പിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ വരുമ്പം ഞങ്ങളൊരു ട്രൂപ്പിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ ഇരിക്കുകയാണ്. റിഹേഴ്സൽ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊണ്ടുവന്നു. എല്ലാവരുടെയും ചോറിൻ്റെ പൊതി തുറന്നു. ഷിയാസുക്കയുടെ പൊതിയിൽ മാത്രം വലിയൊരു കരിമീൻ വറുത്തത്. ബാക്കി 8 പേർക്കും ഇല്ല. ഷിയാസുക്ക സ്വാഭാവികമായിട്ട് തുറക്കുകയും ചെയ്തു. ഞങ്ങൾ 8 പേരും ഇതില്ലാത്ത കാണുകയും ചെയ്തു. പുള്ളിക്ക് മാത്രം ഇത് കിട്ടുകയും ചെയ്തു. ഞങ്ങൾ ഒന്നിച്ച് അടുത്തടുത്ത് ഇരിക്കുകയും ചെയ്തു. ഷിയാസുക്ക കൊണ്ടുവന്ന ഞങ്ങളുടെ സംഘാടകനോട് പറഞ്ഞു, എനിക്ക് മാത്രം ഇത് തരേണ്ട ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാം, അല്ലെങ്കിൽ എനിക്ക് മാത്രം ഒരു കരിമീൻ വറുത്തത് നിങ്ങൾ തരാൻ പാടില്ലായിരുന്നു. അത് ഇനിയിപ്പോൾ മാറ്റിയിരുത്തി തന്നാലെന്നൊക്കെ ചിലവ് പറയും. ഞാൻ അതിനോടും യോജിക്കുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് വന്ന് വേറൊരിടത്തിരുന്നിട്ട് വേറൊരു വറുത്ത മീൻ എക്സ്ട്രാ എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ അതുകൊണ്ട് ഇത് കഴിക്കില്ല, എനിക്ക് ഈ മീൻ വറുത്ത വേണ്ട, ഞാനിത് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി, സന്തോഷം തോന്നി. ഞങ്ങളെല്ലാം കഴിച്ച് തുടങ്ങലും പ്രദീപ് ലാൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട് കോഴിക്കോടിൽ. അവൻ ഷിയാസുക്ക കഴിഞ്ഞു, ഷിയാസുക്ക നിങ്ങൾ ആ മീൻ കഴിക്കുന്നില്ലേ? ഷിയാസ് ഇല്ല ഞാൻ കഴിക്കുന്നില്ല, എന്നാൽ ഞാനെടുത്തോട്ടെ എന്ന്. അതാണ് അമറക് ബ്രാൻഡിൽ മീൻ തിന്നിട്ട് ഷെയർ ചെയ്യുന്നൊരു സീൻ വന്നിട്ടില്ല. ഈ മീൻ വറുത്ത ഞാനെടുത്തിട്ട് അത് ഈ സംഭവമാണ്. നമ്മൾ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ സീരിയൽ സമയത്തൊക്കെ ചെയ്യുന്ന സമയത്ത് സീരിയൽ ലൊക്കേഷൻ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, ഒരു ചെറിയൊരു രസകരമായ കാഴ്ച കണ്ടത്. ഈ പ്രൊഡക്ഷൻ ബോയ് ഉണ്ട്. പ്രൊഡക്ഷൻ ബോയ് എല്ലാവർക്കും സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇപ്പം നമ്മളിവിടെ കഴിക്കുന്ന പോലെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം കൊണ്ടുവന്നായിരുന്നു, ബിസ്ക്കറ്റ് കൊണ്ടുവന്നായിരുന്നു, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സപ്ലൈ ഇങ്ങനെ പോകുന്നു. ഈ ചെക്കൻ ഒരു കാരണവശാലും ഒരാൾക്ക് മാത്രം ഒന്നും കൊടുക്കണില്ല. ചെക്കൻ പുതിയ പയ്യനാണ്, വന്ന് പ്രൊഡക്ഷൻ്റെ പണി പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ഒരാളുണ്ട്, നവീൻ കോഴിക്കോട്. അതിനകത്ത് കുമ്പിടി എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ നവീൻ കോഴിക്കോട്. ഞാനോട് വിളിച്ച് ചോദിച്ചിട്ട്, മോനെ ഇവിടെ എന്നാ നീ എന്താ ആൾക്കെന്താ ഭക്ഷണം കൊടുക്കാത്തത്, എന്താ സംഭവം എന്നാ? അയാൾ ആരെന്ന് നിനക്കറിയോ? അയാൾ ആരെയൊക്കെ കുഴപ്പമൊന്നും ഞാൻ കൊടുക്കില്ല. എന്തിനാ വെറുതെ നിങ്ങളെല്ലാം പഠിക്കുന്നത്, നിങ്ങൾ അഭിനയിക്കണം, മറ്റേ ലേറ്റ് ചെയ്യുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ, അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. എന്താ നീ കൊടുക്കാത്തെന്താ? അയാൾ രാവിലെ പിന്നെ TV വേണ്ടേ ഇരിക്കുകയാണ്, ഡയറക്ടർ മോണിറ്റർ നോക്കിയിരിക്കുന്ന അയാൾ ഒരു പണിയില്ല, രാവിലെ TV വേണ്ട ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ സംസാരിച്ച് ഞാൻ സ്ഥലത്ത് പോയി സംസാരിച്ച് ഇങ്ങനെ കാട് കയറി നിൽക്കുക. അപ്പോൾ എനിക്കാണ് ഈ സംസാരത്തിൻ്റെ ഇതുപോലെ തന്നെ ദാരിദ്ര്യപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് ഉള്ള കാര്യം പുള്ളിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ദാരിദ്ര്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, കമ്മിറ്റിക്കാരെ ആൾ വന്നിട്ട് പറഞ്ഞു, റാഫി നിങ്ങൾക്കറിയാം നമ്മളിവിടെ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി പാട്ടൊക്കെ റെഡിയാണ്, മേക്കപ്പ് എല്ലാം റെഡിയാണ്, പക്ഷേ മൃദംഗം വായിക്കണം, മൃദംഗം ലൈവാണ് വായിക്കുന്നത്, മൃദംഗത്തിൻ്റെ ആൾ വന്നിട്ടില്ല. റാഫി ഒരു കാര്യം 5 മിനിറ്റ് എന്തിനെക്കുറിച്ച് പറയൂ. അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ നമ്മൾ തമ്പുറത്തിൽ അങ്ങനെ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെ കുറേ വിഷയങ്ങൾ കാട് കയറി പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇടക്കാളങ്ങ് നോക്കും, അപ്പോൾ കുറച്ചുകൂടെ അങ്ങനെ വീണ്ടും. അപ്പോൾ ഏട്ടാ ഒക്കെ സ്റ്റോക്കൊക്കെ തീർന്ന് ഞാൻ ഒന്നും പറയാനില്ല, എല്ലോ ജനിച്ച മുതലേക്ക് ഇതുവരെയുള്ള ഈ 45-42 വയസ്സിൻ്റെ അടുത്ത് അതുവരെയുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഒന്നും പറയില്ല. അപ്പോൾ പുള്ളി വീണ്ടും അപ്പോൾ എന്തിലൊക്കെ പറഞ്ഞു. അതിനോട് ലാസ്റ്റ് പുള്ളി എന്ന് പറയും, റാഫി മൃദംഗം വന്നിട്ടില്ല, പ്ലീസ് എന്തെങ്കിലും കുറച്ചുകൂടി പറയും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുതരാം മുപ്പരടുത്ത്, ഇനി മൃദംഗം വന്നാലും ശരി വന്നില്ലെങ്കിൽ ശരി, ഞാൻ എൻ്റെ പ്രസംഗം നിർത്താൻ ഞാൻ ഒറ്റ പോക്കാണ് പോയി, ഞാൻ പോട്ടെ ഇതുപോലെ.
കയറി വരുന്നത്? എനിക്ക് ഇവിടെ വൈൻഡ് പെയിനുള്ളതല്ലേ? ശരിയല്ലേ രമേശേട്ടാ ഇത്? ഇതെന്താ ഇതിങ്ങനെ? മോളെ ക്രോധം പാടില്ല. ആ ക്രോധം പാടില്ലെന്ന് പറഞ്ഞാൽ ആ കൊച്ചു ആങ്കർ ചെയ്യുന്നതിന് ഇടയിൽ കയറി വന്നിട്ടാണോ വാഴയിലൊക്കെ ആയിട്ട് വന്ന് പ്രസാദം കൊടുക്കാനോ ഇതിനൊക്കെ നോക്കുന്നത്? എന്ത് കാര്യമാണ്? ശരടി, ആ നമ്മുടെ ലൗകിക ജീവിതത്തിലെ സുപ്ലീഡിത സിക്താങ്കിത വിഭാഗത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്തിനാ വെറുതെ വിടുന്നുണ്ട് കൊണകൊണകൊണകൊണന്ന് പറഞ്ഞത്? ഞാൻ ഇവിടെ വന്ന് നല്ല കാര്യത്തിന് വേണ്ടിയല്ലോ. ഞാനിപ്പോൾ വരുന്ന വഴി ഒരു സിദ്ധനെ കണ്ടിട്ടാണ് വരുന്നത്. ഓ, അപ്പൊ സിദ്ധനെ കണ്ടു. ആ, എന്നിട്ട് സിദ്ധനെ കണ്ടു. അപ്പോൾ സിദ്ധൻ എന്നോട് പറഞ്ഞു, എൻ്റെ നാഡീഞരമ്പ് നോക്കി പുള്ളി പറഞ്ഞു, നാടി നോക്കി പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു വിവരമില്ലാത്തവനും ദുഷ്ടനും എന്താ പറയാ പരമ തെണ്ടിയുമായിരുന്നു. പുള്ളിക്ക് ജന്മം മാറിപ്പോയിട്ടുണ്ടോ? ജന്മം മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞ ജന്മം തന്നെ. കഴിഞ്ഞ ജന്മം തന്നെ. പിന്നെ എൻ്റെ നാടി ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പുള്ളി പറയാ, ഈ ജന്മത്തിൽ ഞാൻ ഈ ഫ്ലോറിൽ വരുമെന്നും ഇവിടെ പ്രോഗ്രാം ചെയ്യുമെന്നും എൻ്റെ തൊട്ടടുത്ത് ഒരു കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് ഒരു ആങ്കർ ഉണ്ടാവുമെന്നും ഇവൾ എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയായിരുന്നുവെന്നും പുള്ളി പറഞ്ഞു. ഓ, ചിലപ്പോ ഈ ജന്മത്തിലും ചിലപ്പോ ഭാര്യയാകാം. അല്ല ചേട്ടാ, ചേട്ടൻ പറഞ്ഞു തന്നത് കഴിഞ്ഞ ജന്മത്തിലെ കാര്യമാണോ അതോ ഈ ജന്മത്തിലെ ആഗ്രഹമാണോ? കഴിഞ്ഞ ജന്മത്തിലെ കാര്യമാണത്, ജന്മത്തിലും ആകാം എന്ന് ഉദ്ദേശിച്ചുള്ളൂ. ദൈവമേ. പിന്നെ സിദ്ധം പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ മഹാരാഷ്ട്രയിലെ ഉൾനാട്ടിലെ രാജാവായിരുന്നത്രേ. നിങ്ങളാ? അപ്പോൾ അവിടുത്തെ വിദൂഷകനായിരുന്നു പിഷാരടി. അല്ല, എനിക്ക് അതിനകത്ത് ഒരു സങ്കടമില്ല. കാരണം ഞാൻ കഴിഞ്ഞ ജന്മത്തിലും ഒരുപാട് പേരെ ചിരിപ്പിക്കാൻ പറ്റിയ ഒരാളാണല്ലോ. ഒരുപാട് പേരെ പലതവണ തമാശ പറഞ്ഞ് ചിരിപ്പിച്ച് തന്നെ ജീവിച്ച ഒരാളാണല്ലോ. അതെനിക്ക് അഭിമാനമാണ്. പക്ഷെ അവിടുത്തെ ആ കൊട്ടാരത്തിൽ വിഷു ഒറ്റ തവണ കോമഡി പറഞ്ഞോളൂ. അപ്പോഴേക്കും രാജാവ് തല അറുത്ത് കളഞ്ഞു. ആലോചിച്ചില്ല. പിന്നീട് ഈ പിഷാരടി ഒരു കഴുതയായിട്ട് പുനർജനിച്ചു. ഈ കഴുത അവിടെയുള്ള എല്ലാ മൃഗങ്ങളുടെ അടുത്ത് നടന്ന് കോമഡി പറഞ്ഞു. കഴുത കോമഡി കരഞ്ഞു തീർക്കുന്നാണല്ലോ. കറക്റ്റ്. ഇതേ നിലവാരമില്ലായ്മ തന്നെയായിരുന്നു കഴിഞ്ഞ ജന്മത്തിലും ആ കഴുത പറഞ്ഞു നടന്നത്. അതുകൊണ്ട് ഒരു ആന ആ കഴുതയെ ചവിട്ടിക്കൊന്നു. പിന്നീട് ഒരു കുരങ്ങായി പിഷു ജനിച്ചു. എല്ലാ ചാനലുകളും നടന്ന് കോമഡി, ചാനലല്ല, എല്ലാ മരങ്ങളിലും കയറി നടന്ന് കോമഡി പറയാൻ തുടങ്ങി. പിന്നെ സിദ്ധൻ പോരാൻ നേരത്തെ എന്നോട് പറയാണ്, ഒന്ന് ശ്രദ്ധിക്കണം, പിഷാരുടെ മുന്നിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ തലർത്ത് കളഞ്ഞല്ലേ, അപ്പൊ ഈ ജന്മത്തിൽ പിഷാരടി എന്നെ കൊല്ലുവത്രേ. നമ്മള് തമാശ ഇപ്പൊ ഈ ഫ്ലോറിൽ തമാശക്ക് വേണ്ടി നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. അല്ലാതെ സിദ്ധം പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആരെയും കൊല്ലുമൊന്നുമില്ല. അതിനുള്ള മനസ്സൊന്നും പുള്ളിക്കില്ല. ഈ സിദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടാണ്. ഇല്ല സുഹൃത്തെ, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഒരാളെ കൊല്ലാൻ പോകുന്ന മനസ്സുള്ള ഒരാളല്ല. അത് തന്നെയല്ല, ഞാൻ എന്തിനാണ് നിങ്ങളെ കൊല്ലേണ്ടി വരുന്നത്? അല്ല, നമ്മ തമ്മിൽ ചില സമയത്ത് തമാശയൊക്കെ പോരെന്ന് പറഞ്ഞ് അങ്ങോട്ട് വഴക്കിടാറില്ലേ? തമാശ പോരെന്ന് പറഞ്ഞ് വഴക്കിടുന്ന പറഞ്ഞാൽ അത് കൊല്ലൊന്നുമില്ല. പക്ഷെ എനിക്കിപ്പോ സ്വാമി പറഞ്ഞതിനോട് എനിക്ക് സാദൃശ്യം തോന്നുന്നുണ്ട് എന്നെ കൊല്ലുന്നു. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ നിങ്ങളുടെ തമാശ പോരാന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കൊല്ലാനല്ലായിരുന്നു പ്ലാൻ. പിന്നെ നിങ്ങളൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ നമ്മൾ ഒരാഴ്ച ഒന്നിച്ച് താമസിച്ച് ഈ ഒരാഴ്ചയും പല തവണകളിലായിട്ട് നിങ്ങളോട് പലതരം തമാശകൾ പറഞ്ഞൊരു തമാശയുടെ നിർമ്മാണം, അതെങ്ങനെ പറയണം, എങ്ങനെ പറഞ്ഞാൽ ഈ തമാശ ഏക്കെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും തമാശകൾ പറഞ്ഞ് നിങ്ങൾക്ക് ഒരാഴ്ച ഒരു ട്രെയിനിങ് തന്ന് ഇവിടെ കൊണ്ടുവരാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് സിദ്ധനും പറഞ്ഞത്. നിന്നെ ഇഞ്ചിഞ്ചായിട്ടേ അവൻ കൊല്ലുള്ളൂ. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ മറ്റൊരു തകർപ്പൻ എപ്പിസോഡ് കൂടി ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണാം. Until then, it's bye from Fans Upon a Time.